ഇന്നലെയാണ് നമ്മളെല്ലാം ഞെട്ടിപ്പിക്കുന്ന ഭയപ്പെടുത്തുന്ന നിലയിൽ ഒരു അപകടമുണ്ടായത്. കൊല്ലം സ്വദേശിയായ ഉല്ലാസാണ് ഇന്നലെ 2 ബസ്സുകളുടെ ഇടയിൽപ്പെട്ട് ഞെരിഞ്ഞമർന്ന് മരണത്തിന്റെ വഴിയിൽ പോകേണ്ടി വന്നത്. കണ്ണൻ നായർ കൊല്ലത്തെ ഉല്ലാസിന്റെ വീട്ടിൽ നിന്ന് ചേരുന്നുണ്ട്. തീർച്ചയായിട്ടും കണ്ണൻ, വേദനിപ്പിക്കുന്ന വിവരങ്ങൾ മാത്രമായിരിക്കും ആ വീട്ടിൽ നിന്ന് നൽകാൻ കഴിയുക. കാരണം ഒരു കുടുംബത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യക്തി, ഒരു ആശ്രയം എന്ന നിലയിൽ ഒരു വ്യക്തി ആ കുടുംബത്തിന് നഷ്ടമായിരിക്കുകയാണ്. പ്രത്യേകിച്ച് നമ്മുടെ ഇന്നത്തെ മാതൃഭൂമി പത്രത്തിൽ ആ CCTV ദൃശ്യവും അതിന്റെ ഒരു ഫോട്ടോയും കൂടിയുണ്ട്. അതൊക്കെ കാണുമ്പോൾ ഒരുപാട് വേദന ഉണ്ടാകുന്ന കാര്യമാണ്. കുടുംബത്തിന്റെ അവസ്ഥ എത്രത്തോളം പരിതാപകരമാണ് കണ്ണൻ, പറയൂ. ഇന്നലെ രാവിലെ ഈ വീട്ടിൽ നിന്ന് ജോലിക്കായി പോയതാണ്, തിരുവനന്തപുരത്തേക്ക് പോയതാണ്. തിരിച്ച് വൈകിട്ട് ഈ വീട്ടിലേക്ക് എത്തേണ്ടിയിരുന്ന വ്യക്തിയാണ്. പക്ഷേ ഇന്ന് ഇവിടേക്ക് എത്തുന്നത് ജീവനുറ്റ മൃതശരീരമായിട്ടാണ്. അതിൻ്റെ ഒരു ഞെട്ടിൽ നിന്ന് കുടുംബം മാറിയിട്ടില്ല. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ബന്ധു നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ചേട്ടാ, എന്തായി അവിടുത്തെ കാര്യങ്ങൾ? പോസ്റ്റ്മോർട്ടം ജസ്റ്റ് ഇപ്പം പോസ്റ്റ്മോർട്ടം തുടങ്ങിയിട്ടുണ്ടെന്ന് അറിഞ്ഞു. ഒരു മണിക്കൂറെങ്കിലും എടുക്കുമല്ലേ. അത് കഴിഞ്ഞിട്ട് പള്ളിയിലോട്ട് കൊണ്ടുപോകും. അവിടെ കുമാരപുരം പള്ളിയിലാണ് കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നത്. കർമ്മങ്ങളൊക്കെ നടത്തിയിട്ട് പിന്നെ റീജിയണൽ ഓഫീസിൽ അവിടെ ജോലി ചെയ്യുന്ന സ്ഥലത്ത്, അനിയൻ ജോലി ചെയ്യുന്ന സ്ഥലത്ത് പൊതുദർശനത്തിന് വെക്കുകയാണ്. ഒരു അരമണിക്കൂർ എടുക്കും. ഒരു 1:30 അവിടെ തിരിക്കാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്ന. ഒരു 3 മണിയോടെ നമുക്ക് എത്തും. ഒരു 3 മണിയാകുമ്പം ഏകദേശം കഴിയും. 4 മണിക്കാണ് അടുത്ത കർമ്മങ്ങൾ പള്ളിയിൽ ഏർപ്പാട് ചെയ്തേക്കുന്നത്. അവിടെ സംസാരിച്ചിരുന്നു, അവിടെ എന്താ സംഭവിച്ചത്? ആ CCTV ഒക്കെ കണ്ടിരുന്നു? CCTVയിൽ കണ്ടിരുന്നു, വ്യക്തമായിട്ട് തന്നെ കണ്ടിരുന്നു. അവിടെ ഉള്ളൊരു അല്ലാതെ തന്നെ മൊബൈൽ പിടിച്ചൊക്കെ കാണിച്ചായിരുന്നു. CCTVയും വൈകിട്ട് കണ്ടപ്പോൾ കുറേ കൂടെ വ്യക്തമായിട്ട്. അനിയൻ അവിടെ ബസ് കുറുക്കിറങ്ങാട്ടെ, നമസ്കാരം കഴിഞ്ഞിട്ടെ, നല്ല വെള്ളിയാഴ്ച അല്ലായിരുന്നു, വെള്ളിയാഴ്ച നമസ്കാരം കഴിഞ്ഞിട്ട് റോഡിൽ ജോലി സ്ഥലത്തോട്ട് പോകാനാട്ടെ അവിടെ കുറുക്കിറങ്ങുന്ന, എല്ലാവരും കുറുക്കിറങ്ങുന്ന പൊതുവായിട്ട് ഇറങ്ങുന്ന സീബ്ര ലൈൻ പോലുള്ള സൗകര്യത്തിൽ കുറുക്കിറങ്ങാൻ ശ്രമിച്ച് ഒരു ബസ്സിൻ്റെ അടുത്ത് നിൽക്കിയത്. അന്നേരം മറ്റൊരു ബസ് സിഗ്നലായോ എന്തോന്നോ വന്ന് ചേസ് ചെയ്ത് വന്നിട്ട് ഞെരിച്ചമർത്തിയ ചെയ്ത് മൃഗീയമായിട്ട് കൊലപ്പെടുത്തിയെന്ന് വേണം പറയാൻ. അതാണ് തോന്നുന്നത്. മൃഗീയമായി അല്ല, ഒരു കൊലപ്പെടുത്തി എന്നുള്ളത് തന്നെയാണ് പൂജ. അവിടുത്തെ ഒരു കുടുംബത്തിൻ്റെ ഒരു കാര്യം, ഒരു പ്രധാനപ്പെട്ട ഒരു ആശ്രയമാണ് നഷ്ടമായതല്ലേ. നമുക്ക് എല്ലാ രീതിയിലും ഒരു മകനാണുള്ളത്. ഒരു 3 പേര് മാത്രമായി വീട്ടിൽ താമസം. രാവിലെ ജോലിക്ക് പോകും, വൈകിട്ട് വരും. വളരെ വലിയൊരു തീരാ നഷ്ടമാണെന്ന് വെച്ചാൽ എൻ്റെ അനിയനാണ്. ഇന്ന് തന്നെയല്ലേ, ഇന്ന് വൈകിട്ട് തന്നെയല്ലേ സംസ്കാരം? ഇന്നായിരിക്കും. വന്നു കഴിഞ്ഞാൽ ഒരു മണിക്കൂറേ വേണ്ടി വരത്തുള്ളൂ. ഇവിടെ ഇപ്പോൾ ബന്ധുജനങ്ങൾക്ക് എല്ലാവർക്കും കാണുന്നതിനുള്ള സൗകര്യം കഴിഞ്ഞിട്ട് ഞങ്ങൾ കുറച്ച് പേരെ ഇന്നലെ തിരുവനന്തപുരത്ത് 8-10 വരെ ഞങ്ങൾ പോയിരുന്നു. ബാക്കി എല്ലാവർക്കും വേണ്ടി കാണണം. കഴിഞ്ഞിട്ടാണ് മറ്റു കർമ്മങ്ങൾ നടത്താൻ ഉദ്ദേശിക്കുന്നത്. ദൃക്സാക്ഷിയോട് സംസാരിച്ചിരുന്നു, അവിടെ കണ്ട ആൾക്കാരോടല്ലോ? ഇല്ല, അതിനുള്ള സാഹചര്യം നല്ല ഉണ്ടായില്ല. ഞങ്ങൾ ചെന്ന വലിയ വിഷമത്തിൽ ഞങ്ങൾ ഇവിടെ നിന്ന് ഓടിച്ചെന്നപ്പം തന്നെ 6 മണിയായിപ്പോയി. 3 മണിയോളമായി ഞങ്ങൾ അറിഞ്ഞപ്പോഴേ. 1:50 സംഭവം നടന്നു പറഞ്ഞു. പക്ഷേ ഒരു 3 മണിയായി. ബാങ്ക് മാനേജർ ഒക്കെ അറിയിച്ചപ്പോൾ ഞങ്ങൾ അറിഞ്ഞു കഴിഞ്ഞപ്പോഴേ, ഇതിൻ്റെ മാനേജറായിരിക്കുന്ന അറിയിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങൾ പിന്നെ ചെന്നപ്പോഴത്തേക്ക് 6 മണിയോളമായി. പിന്നെ അങ്ങനെ പബ്ലിക്കുമായിട്ട് കോൺടാക്ട് ചെയ്യാനും കഴിഞ്ഞില്ല. TV ദൃശ്യങ്ങളൊക്കെ കണ്ടു, അവിടെ മൊബൈൽ പിടിച്ചേ കണ്ടു. വളരെ വ്യക്തമായിട്ട് പുറകിൽ സ്കൂട്ടറുകാരൻ വേറൊരു സ്കൂട്ടറുകാരൻ നിൽക്കുന്നുണ്ട്. മാറാൻ പറയുന്നതിൽ മാറാൻ പറ്റില്ലല്ലോ. വേറൊരു ബസ് വന്നിട്ട് ഞെരിച്ചമർത്തുമ്പോഴേ ഒരു പ്രൈവറ്റ് ബസ്സിൻ്റെ ഒരു സ്പീഡാണോ കാരണം? അതായെന്നാൽ കണ്ടിട്ട് തോന്നുന്ന കാര്യം. അന്നേരം KSRTC ബസ് അവിടെ നിർത്തിയൊക്കെയായിട്ടാണ് കാണുന്നത്. അവിടെ മറ്റുള്ളവരും പറഞ്ഞതും അങ്ങനെയാണ്. ഒന്ന് പെട്ടെന്ന് പിന്നെ ടേൺ ചെയ്തെടുക്കാൻ നോക്കിയപ്പോഴും ഇടയ്ക്ക് പെട്ടുപോയത്. ഇയാൾ അവിടെ നിൽക്കിയത് കുറുക്കിറങ്ങുകയല്ലായിരുന്നു. യാത്രക്കാരൻ കുറുക്കിറങ്ങാൻ ശ്രമിച്ചിട്ട് അവിടെ നിന്നതാണ്. കോൺസ്റ്റൻ്റായിട്ട് അവിടെ നിന്നപ്പോഴാണ് സംഭവിച്ചേക്കുന്നത്. നിമിഷം നേരം കൊണ്ടൊരു ജീവൻ കൊണ്ടിട്ട് നെഞ്ച് അമർന്നു പൊട്ടിയത്. തലയ്ക്ക് ക്ഷതമായിട്ടില്ല. എന്നുവെച്ചാൽ ബോഡി 2 ബസ് തമ്മിൽ അമരുമ്പോൾ ഇങ്ങനെ ഇരിക്കും. നമ്മളെ ഷോൾഡറിനല്ലേ വലിപ്പം കൂടുതൽ. സങ്കടകരമായ അവസ്ഥയാണ് ഉല്ലാസിന്റെ വീട്ടിൽ നിന്ന് ലഭിക്കുന്നത്.